ഓടിച്ചേ പരട്ടപ്പൊടിയും കളയെങ്കിൽ ദേഷ്യം. ഓക്കെ ഡാൻ സ്റ്റാർട്ട് ചെയ്യും. റെഡി 1 2 3. എന്നിട്ട് പറ. ഹായ്. ഞാൻ പറയാം. സോറി. റെഡി 1 2 3 സ്റ്റാർട്ട്. പറയ്. 1 2 3 സ്റ്റാർട്ട്. ഹലോ, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്നിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഹലോ, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്നിപ്പോൾ ഉണ്ണിയേട്ടനുണ്ട് കൂടെ. അപ്പോൾ കുറച്ചായി അമ്മയുടെ മറ്റേ ബ്ലാക്ക് മാസ്ക് ഒക്കെ കഴിഞ്ഞപ്പോൾ ബ്ലാക്ക് മാസ്കിന്റെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ മൂപ്പർക്ക് ഒരു കൊതി. ബ്ലാക്ക് മാസ്ക് അപ്പോൾ അത് ഇട്ടുനോക്കണം ഒരു കൊതി. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ഇട്ടുകൊടുത്താലോ, എങ്ങനെയുണ്ട് നമുക്ക് നോക്കാമല്ലോ, ട്രൈ ചെയ്യാം. അപ്പോൾ അതാണ്. സോ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതൊരു കുഞ്ഞേ ചാനലാണ്, എൻ്റെ ചാനലാണ്. സോ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ദെൻ ബെൽ ബട്ടണും കൂടി ഞെക്കുക. പെട്ടെന്ന് വീഡിയോ ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. സോ നമുക്ക് വീഡിയോക്ക് പോവാം. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം. ലെറ്റ്സ് സ്റ്റാർട്ട്. സോ കുറച്ച് കൂടുതൽ ഞാൻ നല്ലൊരു പ്രോഗ്രാം കഴിഞ്ഞെത്തിയുള്ളൂ. സോ നല്ല ഭംഗിയില്ലേ? സ്വാദിക്കുന്നത ഐ മിസ് യു സോ മച്ച്. ഉണ്ണിയേട്ടൻ ഫ്രണ്ട്ഷിപ്പ് വിരോധിയാണ്, ദുഷ്ടൻ. അവിടെ ആരാ? നിങ്ങൾ നോക്കാം. ഞാൻ ഇവിടെ ഇത്രയും ഭാഗം താടി ഉണ്ട് കേട്ടോ. എനിക്ക് കൂട്ടി ചെയ്യുന്നത് താടിമതേക്കണം. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതൊക്കെ ഒരു രസമല്ലേ ആശയം? ഇതിപ്പോഴല്ല രസം ഉണ്ടാവുക, പറിക്കുമ്പോഴായിരിക്കും വേറെ രസം. സുന്ദരനല്ലേ, ചുമുക്കനല്ലേ, സർവോപരി സുഭാഷിതനല്ലേ കേട്ടാ. നിങ്ങൾക്ക് എത്ര എത്ര കാമുകന്മാരുണ്ട് ഇനി പറഞ്ഞു കൊടുക്കണം. അവരും കൂടെ കേൾക്കട്ടെ, ആസ്വദിക്കട്ടെ. നല്ല മോൻ്റെ സൂപ്പറായിട്ട് നമുക്കിതൊരു എന്റർടൈൻമെന്റ് ആയിട്ട് എടുക്കാൻ കേട്ടാ. നമുക്ക് ഇങ്ങനെ തന്നെ പോയാലും ആവശ്യം. ഇപ്പൊ പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ളൂ പറയുക.
ഇതൊക്കെ കഴിഞ്ഞൊരു മുഖം വേറെ മനസ്സിലായിട്ടുണ്ടാവും. ദൈവത്തിനാണ്. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം. എന്താ ഓട്ടല്ലേ? ഓട്ട മനസ്സിലായി. മുഖത്തേക്ക് തോന്നുന്നത് മുഖത്തേക്ക് തെറിഞ്ഞിട്ടില്ല. അത് പീലോ മാസ്ക് ആയിട്ട് പറ്റുന്നതാണ്. എന്റെ കഥ തീർന്നു. എനിക്ക് വയ്യ. ഇതെന്താ കഴിക്കാം? എവിടെയാ നല്ല നല്ല കോൾഡാണ്. വയ്യ. നമുക്ക് സ്വാതി തന്ന ഇതേപോലെ വേറെ സംഭവം ഉണ്ട്. അറിയാം, രാത്രി ഇങ്ങനെ ടീം ഇങ്ങോട്ട് ഇറങ്ങും. വെരി നൈസ്. അതെ സുന്ദരനല്ലേ. ഇതൊക്കെ വലിച്ചെടുക്കാൻ ഇതാണ് ഇങ്ങനെ വരെ നമുക്ക് ഉണ്ണിയായിട്ട് ഒരു പാട്ട് പാടി കൊടുക്കാം. നമുക്ക് രണ്ടിട്ട് നമുക്ക് എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ. ഞാൻ ചുമക്കണം തുമ്മണം കണ്ട് മൈൻഡ് ചെയ്യരുത്. എനിക്ക് മുടി എങ്ങനെ കിട്ടിയാലും ഊരി കളഞ്ഞു. കറക്റ്റ മുടി ദേഷ്യം കഴിച്ചിട്ടാണ്. എനിക്കിഷ്ടമല്ലോ മുടി. നന്നായിട്ടുണ്ടല്ലേ മലാഞ്ചിട്ടത്. അപ്പൊ എന്തായാലും മൂപ്പര് കുറച്ചു നേരം ഇത് ഉണങ്ങാൻ വേണ്ടി ഇരിക്കുകയല്ലേ. അപ്പൊ നമുക്ക് ജസ്റ്റ് ക്യൂസ് മത്സരം നടത്താം. ക്യൂസ് ഞാൻ 10 ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിന്റെ ഫാൻ ഓഫ് ചെയ്താലോ? വേണ്ട, ഉണങ്ങില്ലേ. പക്ഷെ സംസാരം കേൾക്കുവോ അല്ലേ? കോൾഡാണ് കേട്ടോ. പ്ലീസ് നെവർ മൈൻഡ്. ഓക്കെ, 10 ക്വസ്റ്റ്യൻ ചോദിക്കാം ഞാൻ നമ്മുടെ ജീവിതത്തെ പറ്റി. കറക്റ്റ് ആൻസർ തന്നില്ലെങ്കിൽ ഞാൻ പറയണത് ചെയ്യേണ്ടി വരും. ഉണ്ണിയാണ് എന്നോട് ചോദിക്കാം. അല്ല വേണ്ട, 5 ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം, 5 ക്വസ്റ്റ്യൻ ഉണ്ണിയേട്ടൻ ചോദിക്കാം. മീൻസ് ഉണ്ണിയേട്ടന് അറിയേണ്ട കാര്യങ്ങൾ, നമ്മുടെ ലൈഫിനെ പറ്റിയുള്ള 5 ക്വസ്റ്റ്യൻസ്. ഉണ്ണിയേട്ടൻ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കാം. ഞാൻ തെറ്റിച്ച് പറഞ്ഞാൽ ഉണ്ണിയേട്ടൻ എന്ത് പറയണോ ഞാൻ അത് ചെയ്യാം. ഉണ്ണിയേട്ടൻ തെറ്റി ഇല്ല. ഉണ്ണിയേട്ടൻ തിരിച്ചു ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ ചെയ്യും. ഉണ്ണിയേട്ടൻ തെറ്റിച്ചാൽ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യും. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ഫസ്റ്റ് ഡയറക്റ്റ് മീറ്റ് ചെയ്ത ഡേ അല്ല, ഡേ ഫസ്റ്റ് മീറ്റ് ചെയ്ത ദിവസം. ഡേറ്റ് പറഞ്ഞാൽ മതി. നല്ല ദിവസം അല്ലേ? ശുദ്ധദിനം. ഭയങ്കര തൃശ്ശൂര് മനസ്സിലായി. തൃശ്ശൂര് വെച്ചിട്ടാണ്. അതെ, ഇത് 10 കുറെ നേരം പറയാൻ പറ്റില്ല. ഞാന് വന്നത് അതൊന്നും പറയാം, ഡേറ്റ് മാത്രം പറയാം. നിങ്ങൾ കിടന്ന് ഉൾട്ടടിക്കല്ല, ഡേറ്റ് പറ. ഞാൻ എന്ത് പറഞ്ഞാലും ഡേറ്റ് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കും. അതായത് പിന്നെ ഫസ്റ്റ് എനിക്ക് ആ കാര്യങ്ങൾ ഭയങ്കര കണ്ട ഡേറ്റ്, കഴിച്ച ഡേറ്റ്, തിന്ന ഡേറ്റ്, എല്ലാ ഡേറ്റും കൃത്യമായിട്ട് എഴുതി ഞാൻ കുറിച്ചൊക്കെ പോയിന്റ്. അന്നത്തെ ദിവസം നമുക്ക് കുറെ കാലം കഴിയുമ്പോ ആ ദിവസം എന്നാ പറഞ്ഞത് നമ്മൾ മനസ്സിൽ. ഞാൻ ഒരു കാര്യം എന്റെ പ്രീഷ്യസ് ഡേറ്റ് ആണ്. എനിക്കിത് ഓക്കെ പോട്ടെ. കണ്ട ഡേറ്റ് പ്രീഷ്യസ് അല്ല, കണ്ട ഡേറ്റ്. വെഡിങ് ഡേറ്റ് പറ. ഇപ്പൊ പാട്ടൊക്കെ മുട്ടിക്ക് ഞാൻ നിങ്ങളെ പുറത്തിട്ടിട്ടില്ല. തൃശ്ശൂർ വെടിക്കെട്ട് കേട്ടിട്ടുണ്ടോ? ഇനി ഇപ്പൊ കാണിച്ചു
ഇങ്ങനെ നീ എല്ലാവരും കാണട്ടെ. ദൈവമേ നിങ്ങൾ കൊല്ലുണ്ട് കേട്ടാ, മര്യാദക്ക് പറഞ്ഞു. എന്ത് വേണം ഞാൻ? നിങ്ങൾ പറ. നവംബർ 21. ഓക്കെ, ഇയറും കൂടി പറ. 2016. ഭാഗ്യം. ഞാൻ ദുബായിൽ നിന്ന് വന്നത് ഞാൻ ആ വർഷത്തിലാണ്. അതായത് ലീവിന് വന്നത് ആ സമയത്താണ് 2016. ആ ഒരു 2016 ഇവിടെ കാണാൻ പോയത്. അന്നാണ് കാണാൻ പോയത്. എന്ത് പറയാൻ വന്നൂല. ഒന്നും പറയുന്നില്ല. ഓക്കെ, ഉണ്ണിയുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ണിയുടെ എന്നോട് ചോദിക്കും. നമുക്ക് അങ്ങനെ ചോദിക്കാം. ആ ഈ പറഞ്ഞ ആ സമയത്ത് തന്നെ തോന്നും. അതായത് ഫസ്റ്റ് നമ്മൾ കണ്ടു അന്ന് എൻ്റെ മൈൻഡിൽ എന്തായിരുന്നു, അതായത് ആ ദിവസം എൻ്റെ മൈൻഡിൽ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പെട്ടെന്ന് ഈ ഫോൺ നമ്മൾ ഇങ്ങനെ ഫോണിലുള്ള സംസാരവും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇതിലുണ്ടായിരുന്നത്. നമ്മൾ നോർമലി വീഡിയോ കോളിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഡയറക്റ്റ് കണ്ടപ്പോൾ ഉള്ള ഒരു എങ്ങനെയുള്ളത് കണ്ടിന്യൂ ആയിട്ട് എങ്ങനെ മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ എന്താവും ലൈഫിൽ വന്ന ഉള്ളൊരു ചിന്ത ഉണ്ടാവല്ലോ. അതായത് ആ ഒരു എക്സ്പെക്ടേഷൻ എങ്ങനെയുണ്ടായിരുന്നു? എന്താ പറയാ, അങ്ങനെയല്ല ചോദിക്കേണ്ട, അതല്ല ഞാൻ ചോദിച്ചത്. ആൻസർ മീൻസ് ഇപ്പൊ ഞാൻ ഡേറ്റ് ചോദിച്ചപ്പോ ഫസ്റ്റ് ആൻസർ പറഞ്ഞത് അങ്ങനത്തെ ഒരു ചോദ്യമായിട്ട് ചോദിക്കും. അതല്ല, അത് നിങ്ങൾക്ക് അറിയണ ചോദ്യമല്ലല്ലോ. അങ്ങനെയല്ല, നമുക്ക് അതിന്റെ കറക്റ്റ് ആൻസർ അറിയാം. എനിക്കിപ്പോ ആ ഡേറ്റ് അറിയാം, November 21, 2016 എനിക്കറിയാം. അപ്പൊ നമുക്ക് മീൻസ് നമുക്ക് തെറ്റിച്ചാലാണ് നമുക്ക് പണിഷ്മെന്റ് കിട്ടുക. അപ്പൊ ഉണ്ണിയേട്ടൻ ഇതിന് മുമ്പത്തെ ഡേറ്റ് നമ്മള് ഏറ്റവും ആദ്യം ചോദ്യം, ഞാൻ ജോസാലത്തിൽ വർക്കിന്റെ സമയത്ത് നമ്മൾ ആദ്യം ഓർമ്മയുണ്ടോ ഡേറ്റ്? അതെനിക്ക് ഓർമ്മയില്ല. അപ്പൊ പിന്നെ എന്റെ അടുത്ത് എങ്ങനെ ചോദിക്കും? അങ്ങനെ അതായത് വർഷങ്ങൾക്ക് മുന്നേ കേട്ടോ, അതായത് വർഷങ്ങൾക്ക് ഞാൻ ഒരു 2009 2009 ഞാൻ എത്രാം ക്ലാസ്സിലാന്ന് അറിയോ? 9ാം ക്ലാസ്സിൽ. 2009 ആണോ 2010 ആണോ ആ ഒരു ഇയറിലാണ്, 2010 ഞാൻ 10th പാസ് ഔട്ട്. ഏകദേശം ആ ഒരു സമയത്താണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇങ്ങനെയല്ല, നോർമലി ഷോപ്പിലേക്ക് വിളിച്ചാണ്. അതായത് നമ്മുടെ ഷോപ്പിലേക്ക് വിളി വന്ന് അന്ന് ജസ്റ്റ് ഒരു ടോക്കായിട്ട് ലാൻഡ് ലൈനിൽ സംസാരിച്ചാണ് അല്ലേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. നിങ്ങൾക്ക് ഓർമ്മ ക്വസ്റ്റ്യൻ അങ്ങനെയല്ല, ഉണ്ണിയേട്ടൻ ഓർമ്മയുള്ള ഡേറ്റ് ആണ് നമ്മുടെ. എനിക്ക് ആൻസർ കറക്റ്റായിട്ട് ചോറിയുന്നു. പറ, ഒരു എന്താ ഉണ്ണിയുടെ ഡേറ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾക്ക് അറിയാം ആൻസർ. ആക്ച്വലി ഉണ്ണിയേട്ടൻ എന്ത് ചോദിച്ചാലും ഞാൻ നല്ല കൃത്യമായിട്ട് ആൻസർ എല്ലാം ഓർമ്മ ഉണ്ടാവും. കാരണം ആള് കൃത്യം കുറിച്ച് വെക്കുന്നത് അതൊക്കെ ഓർമ്മ. നമ്മൾ കൃത്യം കുറിച്ച് വെക്കുന്നത് ഞാൻ ചിലപ്പോ ഒരു ഡേറ്റ് ആക്കി നോക്കിണ്ടോ ചിലപ്പോ. ആലോചിക്കട്ടെ. ഉണ്ണിയേട്ടൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സോങ് ഉണ്ണിയേട്ടൻ എനിക്ക് എപ്പോഴും പാടിത്തരാറുള്ള പാട്ട് ഏതാണ്? എൻ്റെ ഫേവറേറ്റ് സോങ് ആണ്. ഒരിക്കലും എനിക്ക് എപ്പോഴും പാടിത്തരാറുള്ള പാട്ട് തന്നെ കേട്ടോ. എൻ്റെ ഫേവറേറ്റ് സോങ് ഉണ്ണിയേട്ടൻ എനിക്ക് പാടിത്തരാറുള്ള പാട്ട് ഏതാ? അതേതാ? ഇപ്പൊ ഈ ഇടയ്ക്ക് പാടിത്തരുന്ന അങ്ങനെയല്ല. ഓഹോ, എന്റെ ഫേവറേറ്റ് സോങ് അങ്ങനെ പെട്ടെന്ന് മാറുന്ന എനിക്ക് പണ്ട് എന്താണോ എന്റെ ഫേവറേറ്റ് സോങ് ഈ ഉണക്കം മുടിക്കാൻ വെട്ടിക്കണം. ഫേവറേറ്റ് സോങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പാട്ടുകാരൻ നല്ല കേട്ടോ. അങ്ങനെയല്ല പാ ചിത്രശലഭം കണ്ടിട്ടില്ലേ? ശലഭം ഇത് ഇവിടെ നടത്തിട്ട് പാടും ഗൾഫിൽ വന്നല്ലേ? ഗൾഫിൽ വന്നിട്ട് പിന്നെ ഏത് പാട്ടാ? അറിയില്ലെങ്കിൽ അറിയില്ല പറയണ പണിഷ്മെന്റ് ഇപ്പൊ കിട്ടും.
പച്ചമുട്ട കഴിക്കണം. ഡൺ. ഇപ്പൊ വരാം. പച്ചമുട്ട ഇതേ ഒരു സംഭവം. ഇതിന് പുറത്ത് ഞാൻ ഈ പച്ചമുട്ടയും കഴിക്കണം. ദൈവത്തിന്റെ കളികളെ കോഴീനെ പിടിച്ച് കോഴിമുട്ട ഉണ്ടാക്കിയാണോ? കോഴീനെ പിടിച്ച് മുട്ട ഇടിച്ചിട്ട് കൊണ്ടുപോയി. സോറി കേട്ടോ, പച്ചമുട്ട ഇല്ല. സോറി, നമുക്കിപ്പോ മുളക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പച്ചമുട്ടേക്കാളും ഭേദാണോ മുളക്? വേണ്ട, പറ്റില്ല. ഒരു കുഞ്ഞൊരു കടിയും കടിക്കും. ഒരു സമാധാനത്തിൽ ആ തുമ്പത്തല്ല ഇത്തിരി കയറ്റി കടിക്കണം. തുടങ്ങിയിടാ. കണ്ണിൽ കൂടെ പൊന്നിച്ച പകർന്ന് കേട്ടിട്ടുണ്ട്. പൊന്നിച്ച പറക്കുന്നത് കുറച്ചും കൂടി ഉണങ്ങുന്നുണ്ട്. ഇനി പോയത് കുറച്ച് വേണ്ട. ഏത് പാട്ടാ പറ? പാട്ട് ഏതാ പറ? ഏത് പാട്ടാ? ഇറങ്ങിയിട്ട് കുറച്ച് റിലാക്സ് ചെയ്തിരിക്കുക. ഏത് പാട്ടാ? ഏത് പാട്ടാ? ഞാൻ പാടി നോക്കാനാണ്. എൻ്റെ സൗണ്ട് ആക്ച്വലി ഈ ചിരട്ട പാറമിട്ട് ഇറക്കി അങ്ങനത്തെ ഒരു സൗണ്ടാണ് എൻ്റെ. അതുകൊണ്ട് എനിക്ക് എൻ്റെ പാട്ട് കൊള്ളില്ല. അവരുടെ നന്നായി പാടും അത്യാവശ്യം. ഏത് പാട്ടാ? നല്ല പോലെ പാടിക്കൊടുക്കും. കുറച്ച് പാടണേ. ഫാൻ ഓഫ് ചെയ്യും. അപ്പം നല്ല കേൾക്കുള്ളൂ. ഞാൻ നിന്റെ പക്കുവായിരിക്കും. അപ്പൊ ഞാൻ പാടണ? യെസ്, പാടൂ. യെസ്. പിന്നെയും പറയാ ഞാൻ ഒരു പാട്ടുകാരനല്ലേ. മതി വെറുതെ പാട്ട്. നവമേഘമേ കുളിർ കൊണ്ടുവാ ചെങ്കുറുങ്ങിപ്പൂവിൻ മൃദുചുംബനങ്ങൾ നൽകാം. താരാപദം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിത. സുഖതമീ നാൾ ലലലലല പ്രണയശലഭങ്ങൾ ലലലലല. അണയുമോ ജീവതാളമേ വന്ന ദീപശോഭയിൽ എൻ്റെ ഓർമ്മ പുൽകവേ. നിന്നിലായെൻ്റെ മന്ദഹാസം മാത്രം കണ്ടു ഞാൻ. താരാപദം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിവ. എൻ്റെ ഫേവറേറ്റ് സോങ് ആണ്. ഇതിപ്പം മുതലല്ല, എനിക്കൊരു 2014 മുതൽ ദിസ് ഈസ് മൈ ഫേവറേറ്റ് സോങ് എവർ. ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മറ്റു പാട്ടില്ലേ, തേര് നോക്കില്ലേ, അതും ആ പാട്ട് നല്ല ഇഷ്ടം. നമ്മുടെ ഈ മഴത്തുള്ളിക്കിലുക്കത്തിലെ മറ്റേ ഫസ്റ്റ് വരി പാടി കൊടുക്കുക.
ഇരുൾ മൂടിയാലുമിൻ കണ്ണിൽ വിരിയുന്ന താരനിഴൽ. അതും നല്ല ഇഷ്ടം, നല്ല ഇഷ്ടം നല്ല ഇഷ്ടം. ആ 2 പാട്ടും ഭയങ്കര ഇഷ്ടം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഉണങ്ങാനുണ്ട് കേട്ടോ, കണ്ടോ ഇതെങ്ങനെ? ഇത് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇല്ല കേട്ടോ, അത് ഫുള്ള് ഉണങ്ങിയിട്ടുണ്ട്. വെറുതെ ഈ സൈഡ് ഉണങ്ങി, ഈ ഭാഗത്ത് ഉണങ്ങാണ്ട് കണ്ടോ, എന്റെ കൈ മുട്ടുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, 5, 10 ഒന്നും വേണ്ട. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ ചിന്തിക്കട്ടെ എന്താ വരുന്നത്. ഓക്കെ, ഓക്കെ, എനിക്ക് who is my best friend? അങ്ങനൊന്നുമില്ല. ബെസ്റ്റ് മൈ എല്ലാം എല്ലാം എന്ന് പറഞ്ഞ ഒരാളല്ലേ ഉള്ളൂ. അല്ല, എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാം എന്ന് പറഞ്ഞ ഒരാളെ, ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു സിസ്റ്റർ അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ആ ഒരു അങ്ങനെ ആളെയാണ് ഉദ്ദേശിക്കുന്നത്. 2 രീതിയിലും 2 രീതിയിലും 2 പേരറിയും. 2 പേരറിയും. അപ്പൊ 2 പേരും പറയും. 2 പേരിൽ ഒന്ന് ഞങ്ങൾക്ക് 2 പേർക്കും അവരുടേതായ കാര്യമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല ഒരു ഫ്രണ്ട് മാത്രമല്ല ഞങ്ങൾക്ക്. അയാള് സിസു ഞാൻ ഞങ്ങൾ വിളിക്കുന്നത്. പേര് രമ്യ ബിന്ദു തോമസ്. ഞങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ്. ഞങ്ങളുടെ ഫ്രണ്ടാണ്. ഒരുപാട് ഞങ്ങൾ കൂടെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു സപ്പോർട്ടറായിട്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പാട്ട് പിടിക്കാൻ. സെക്കൻഡ് വന്നിട്ട് അവളുടെ ക്ലോസ് ഫ്രണ്ടാണ് സ്വാതി. ക്ലോസ് ഫ്രണ്ടാണ്. അത് 2 ആൾക്കാർക്ക് എന്നെക്കാട്ടിലൊക്കെ വേണ്ടത് അവൾക്ക് അതിന് മാത്രമേ ഉള്ളൂ. ചുമ്മാ പറഞ്ഞോളൂ. അത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് സ്വാതി. അതിലുപരി 2 പേരും, രമ്യയിലും അതുപോലെ സെമിയാറും സിസു. എന്റെ ഒറിജിനൽ കാൾ പുറത്തേക്ക് വരില്ല ഭഗവാനെ. ഇത് നല്ല ലൈറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് കറണ്ട് പോയി ഗൈസ്. ദൈവമേ, ഒത്തിരി ഉറങ്ങാണ്. ഇപ്പൊ എണീക്കും അവൾ. മാലപ്പടക്കത്തിന് ഇപ്പൊ തിരി കൊളുത്തും ഗൈസ്. ശബ്ദം കുറച്ച് പറയാം. ദേവസ്കൂളിൽ പോയിട്ട് നിധി ഉറങ്ങാൻ ഞങ്ങളുടെ വീഡിയോ ചെയ്യാം. എനിക്കത് എനിക്ക് എല്ലാ ഫ്രണ്ട്സുകളും ഇഷ്ടമാണ് കേട്ടോ. എല്ലാവരും ഫ്രണ്ട്സാണ്. സ്വാതി ഈസ് മൈ എല്ലാ ഫ്രണ്ട്സും ഇഷ്ടമാണ്. പക്ഷെ എനിക്കുള്ളതിനേക്കാളും എത്രയോ ഇരട്ടി ഫ്രണ്ട്സുകൾ എന്നുള്ള ഒരാളാണ്. ഒത്തിരി ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതൊരു ഗ്രൂപ്പുണ്ട്. ആ ഒരു ഫ്രണ്ട്സ് ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. നമുക്കൊന്നും അങ്ങനെ ഗ്രൂപ്പിന്റെ കാര്യം പറയരുത്. ഈ പ്രാവശ്യം ഞാൻ പറയണത് നമുക്കിത് അവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞത് മാത്രം ജസ്റ്റ് അല്ല, ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിക്ക് ഒരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. നമുക്ക് അങ്ങനെ സംഭവമൊന്നുമില്ല. നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ സ്ഥിരം വിളിച്ച് കോൾ ചെയ്യുക അല്ലെങ്കിൽ കോണ്ടാക്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ എല്ലാവരും ഇതാക്കുക അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. പക്ഷെ എല്ലാവരും എൻ്റെ മനസ്സിനകത്തുണ്ട്. എല്ലാവരും എൻ്റെ മനസ്സിനകത്തുണ്ട്. ഫ്രണ്ട്സുകളെല്ലാം എനിക്ക് വിലപ്പെട്ട ഫ്രണ്ട്സുകളാണ്. എൻ്റെ ഫ്രണ്ട്സുകളെല്ലാം ഈ ഒരു ഇത് പൊളിച്ചു പൊളിക്കുമോ? ഞങ്ങൾ പെമ്പിളർ എത്ര കഷ്ടപ്പെട്ടാണ് ഈ പീൽ ഓഫ് മാസ്ക് എടുക്കണതും ഈ വാക്സ് ഒക്കെ ചെയ്യണമെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ത്രെഡ് ചെയ്യണത് ഞങ്ങൾക്ക് എന്താ പിന്നെ ഈ സാധനം എന്താ കളയണത്? ഇത് പിന്നെന്താ വെച്ചിട്ട് ഒറിജിനൽ ഒന്നുമില്ല. നത്തിങ് ഗൈസ്.
ഫ്രണ്ട്ഷിപ്പുകളൊക്കെ ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട്. അവരുമായിട്ട് സ്ഥിരം ഒരു സുഖം ഒരു രസം എനിക്ക് ഇത് വേണ്ട. ഇതൊക്കെ നമ്മളെ ഇത് ആരും ട്രൈ ചെയ്തു. പിന്നെ നല്ല വേനുണ്ട്. ഇവിടെ നിന്ന് ഉണങ്ങിയിട്ടില്ല കണ്ടോ. അപ്പളേക്ക് ഉണങ്ങി പറഞ്ഞിട്ട് എന്താ കണ്ട് ഇവിടെ നിന്ന് ഉണങ്ങിയിട്ടില്ല എനിക്ക്. ഞങ്ങൾ ആക്ച്വലി ഇതിന്റെ മുമ്പ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൽ ഉണ്ണിയേട്ടൻ്റെ മുഖം കണ്ടിട്ട് ഉണ്ണിയേട്ടൻ നല്ല രീതിക്ക് മുഖം വേദനയായിരുന്നു. പിന്നെ അത് ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോ മുഖത്തിന് തൊലി പൊളിച്ചിരിക്കുക. കഴുകിട്ട് വന്നതിന് അതിങ്ങനെ ഒട്ടിയിരിക്കുകയാണേ. നിങ്ങളല്ലേ പറഞ്ഞു ഉണങ്ങി പറഞ്ഞിട്ട് എല്ലാം പറിക്കാൻ പറഞ്ഞു. ഒന്ന് നോക്ക് ഇതൊന്നും ഉണങ്ങിയിട്ടില്ല കണ്ടു. സത്യം ഇത് കഴുകിട്ട് വരി ചെലുവാ. അപ്പോൾ അങ്ങനെയാണ് ഗൈസ്. പിന്നെ എന്താ പറയാ, ദേവ സ്കൂളിൽ പോയിക്കാണ്. നിധി കിടന്ന് ഉറങ്ങണ സമയം നോക്കിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുക. എനിക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ എന്ത് ചെയ്യാം, എനിക്ക് അതിനായിട്ടുള്ള സാഹചര്യമേ വരുന്നുള്ളൂ. ഞാൻ എന്ത് ചെയ്യും? അവിടെ സുഖമോ ദേവ സുന്ദര ഇവിടെയൊക്കെ ചോരച്ചേക്കണം. മീൻസ് ആ ഒരു വൈപ്പിട്ട് വലിച്ചപ്പോഴേ അത്രയ്ക്ക് നന്നായിട്ട്. ഇതാണ് ആഫ്റ്റർ ആളുടെ മുഖം. ടു ക്യൂട്ട് നന്നായിട്ട് കേട്ടെ. ഉണ്ണിയുടെ ഈ സൈഡിലുണ്ടല്ലോ കുഞ്ഞു കറുത്ത ചെറിയ ബ്ലാക്ക് ഹെഡ്സ് ഇല്ലേ, അതുണ്ടായിരുന്നു. അതൊക്കെ പോയി. സാധനം നല്ലതാണ് കേട്ടോ. നന്നായിട്ട് നന്നായിട്ടുണ്ട്. അന്ന് ഞങ്ങൾ ഇട്ടു കുറച്ച് ദിവസം മുമ്പ് ആക്ച്വലി ഞാൻ ഇട്ടു. ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അതെന്താ വെച്ചാൽ ഉണ്ണിയേട്ടൻ്റെ മഹാവിഹാര രഹസ്യങ്ങൾ കുറച്ച് കാണിക്കുന്നുണ്ട്. ഗൗരി നീ എന്താ കാട്ടിച്ചോ ഗൗരി നേരിട്ട് നീ ഇത് വീഡിയോ ഇടാനാണെന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ. അത് ആക്ച്വലി എന്താ വെച്ചാൽ ഞാൻ മുപ്പയുടെ കക്ഷത്തം തേച്ചെടുത്തു. ജീവൻ പോണ വേദനയായിരുന്നു, ചെറിയ വേദന. ഞാൻ എന്നിട്ട് എങ്ങനെയാ പറിച്ചെടുത്തേന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ആ വീഡിയോ എടുത്തേ കുറച്ച് എഡിറ്റ് ചെയ്തിട്ടാ. അപ്പൊ ഇത്രയുള്ള വീഡിയോ, കുഞ്ഞൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് അതിൽ എത്തുമ്പോ ചിലപ്പോ ഒരു 10-40 മിനിറ്റ് ഉണ്ടാവും. അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇത്രയുള്ള വീഡിയോ. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വണ്ടി വന്നു. ഇതാരാ വന്നിരിക്കുന്നേ? ഒരുത്തൻ പെട്ടെന്ന് സ്കൂളിൽ നിന്ന് വന്നു കുട്ടി ആന വേണ്ടി. അപ്പോൾ ഗായ്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മളെ കുഞ്ഞു ചാനലാണ്. എല്ലാവരും നമ്മൾ ചെറിയ വീഡിയോകളാണ് ഇടുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന കൊടുത്ത് ചെറിയൊരു വീഡിയോ ഞങ്ങളൊരു ചാനൽ സപ്പോർട്ട് ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ ശരി കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല, സാധാരണ ഞാൻ മെഹന്തി ഒന്നും ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ ഇത് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കാന്ന് തോന്നുന്നു. ഇതൊരു രസമായിട്ട് എടുക്കാൻ തോന്നുന്നു. അവിടെ ഓടിയവൻ ശരി.